ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു വലിയ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ വീട് താമസത്തിനായിട്ട് വാങ്ങിയിട്ടുള്ളതും അതുപോലെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ളതുമായിട്ടുള്ള സാധനങ്ങളുടെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഒന്നും സെറ്റാക്കിയിട്ടൊന്നുമില്ല, ഇപ്പോഴും ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ചെയ്യണത്. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു തിരക്കിലാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്തൊരു ഭരണിയും അതുപോലെ ബ്ലാക്ക് കളറിലുള്ള സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ മാച്ച് ആക്കി എടുത്തിട്ടുള്ള ഒരു ഡിന്നറിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഭരണി നല്ല ഗ്ലോസി ആയിട്ടുള്ളൊരു ഭരണിയാണ്, നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല ഷൈനിങ് ആയിട്ടുള്ളൊരു ഭരണിയാണ്. പിന്നെ ഇതിലുള്ളത് സെറാമിക്കിൻ്റെ ബ്ലാക്ക് കളറിലുള്ള ഡിന്നറിൻ്റെ പ്ലേറ്റുകളും അതുപോലെ ബൗളുകളാണ്. ഇതൊരു സ്ക്വയർ ടാപ്പിലുള്ള ബൗളാണ്. ഇത് ഞാൻ സെറ്റാക്കിയിട്ട് വെച്ച് കാണിച്ചു തരാം. നല്ല ആഴവും അതുപോലെ നല്ല വീതിയൊക്കെ ഉള്ള ഒരു സെറാമിക്കിൻ്റെ ബൗളാണ് ഇട്ടത്. പിന്നെ ഇതിലുള്ളത് ബ്ലാക്ക് സെറാമിക്കിൻ്റെ ബൗളുകളും അതുപോലെ ഡിന്നറിൻ്റെ പ്ലേറ്റുകളൊക്കെയാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതിനോട് തന്നെ മാച്ചായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ഒരു റൈസ് ട്രേ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു വലിയൊരു ബൗളാണ് കേട്ടത്. ഒരു 5-6 ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾക്ക് വെക്കാവുന്ന ഒരു നല്ലൊരു റൈസിങ് ട്രേ ആണ്. അതുപോലെ നമുക്ക് പുഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ട്രേ ആണ് കേട്ടത്. പിന്നെ ഇതിലേക്ക് മാച്ചായിട്ട് തന്നെ സ്ക്വയർ ടൈപ്പിൽ നമ്മളൊരു 4 ഡിന്നർ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഡിന്നർ പ്ലേറ്റാണ് കേട്ടത്. പിന്നെ ഇതിൻ്റെ സെയിം പ്ലേറ്റിൻ്റെ തന്നെ ചെറിയ സ്ക്വയർ ടൈപ്പിലുള്ള സ്നാക്സ് പ്ലേറ്റും കൂടി എടുത്തിട്ടുണ്ട്. അതൊരു 3 പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് സ്ക്വയർ ടൈപ്പിൽ തന്നെ ചെറിയൊരു ബൗളാണ്. ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒന്ന് സെറ്റാക്കിയിട്ട് വാങ്ങിയതെല്ലാം ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആക്കി വാങ്ങിയിട്ട് നമ്മളത് സെറ്റാക്കിയതാണ്. പിന്നെ ഇതൊരു ചെറിയൊരു ബൗളാണ്, കറികളൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ബൗളാണ്. പിന്നെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബൗളും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ലീഫിൻ്റെ ഷേപ്പിലായിട്ടുള്ള ഒരു പ്ലേറ്റാണ്. പ്ലേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ലീഫിൻ്റെ ഷേപ്പിലായിട്ടുള്ള ഒരു ഇതാണ്. ഇതിനകത്ത് നമുക്ക് സ്നാക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ പറ്റും. പിന്നെ ഇതിലേക്ക് കുറച്ച് കൈലുകളും അതുപോലെ ടീസ്പൂണുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ എല്ലാം കൂടി നമ്മൾ മാച്ചാക്കി എടുത്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. പിന്നെ ഇതിലെടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളറിൽ തന്നെ നമ്മൾ സാധാ റൗണ്ട് ഷേപ്പിലുള്ള ഡിന്നർ പ്ലേറ്റുകൾ എടുത്തിട്ടുണ്ട്. ഇതൊരു 6 എണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലുലുവിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ വേറെ വേറെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഒരു ഡിന്നർ പ്ലേറ്റ് വട്ടത്തിലുള്ളത് നമ്മൾ ലുലുവിൽ നിന്നും ബാക്കിയൊക്കെ ഒരു ഷോപ്പിൽ നിന്നാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഇഷ്ടമുള്ളവർ കണ്ടു നോക്കാം. പിന്നെ ഇതൊരു ബ്ലാങ്കറ്റാണ്, ഇത് നമുക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ വിരിച്ചത് ബ്ലാങ്കറ്റ് കാണിക്കാനല്ല, കുറച്ച് ഗ്ലാസിൻ്റെ പാത്രങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വിരിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ അടിയിലേക്കൊക്കെ ഇതുപോലെ 4 ഹാൻഡിലുകളോട് കൂടിയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ബൗളുകളാണ്. നമുക്ക് ഡിസേർട്ടുകളൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബൗളുകളാണ് കേട്ടത്. അപ്പോൾ ഇതിനകത്ത് ഒരു വലിയ ബൗളും പിന്നെ അതിന് ചുറ്റും ഒരു 6 ചെറിയ ബൗളുകളാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇത് നമ്മൾ വാങ്ങിയതല്ല, അത് നമുക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ അവർ ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സെറ്റ്. ഇത് നമുക്ക് ഫ്രൂട്ട് സലാഡ് അതുപോലെ ഐസ്ക്രീമുകളൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു കുഞ്ഞു കുഞ്ഞു ബൗളുകൾ. അതുപോലെ ഇതിലെ വലിയ ബൗളിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ കൊള്ളാവുന്നൊരു തരം വലിയ ബൗളാണ് കേട്ടോ അത്. ഇനി അടുത്തതായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഒരു കപ്പ് ആൻഡ് സോസറാണ്. ഇത് നമുക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. വൈറ്റ് കളറിലെ കപ്പിൽ ഡാർക്ക് ബ്ലൂ ലൈനായിട്ടാണ് ഇത് ഡിസൈൻ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ഗോൾഡൻ കളറിലാണ്. സെറാമിക്കിൻ്റെ കപ്പും സോസറാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു പുഡിംഗ് ട്രേ ആണ്.
റൗണ്ട് ഷേപ്പിൽ തന്നെ അത്യാവശ്യം വെയിറ്റുള്ള ഒരു പുഡിംഗ് ട്രേ ആണ്. നല്ല ഭംഗിയുള്ള ഒരു പുഡിംഗ് ട്രേ ആണ് കേട്ടോ. പിന്നെ ഉള്ളതൊരു ഗ്ലാസിൻ്റെ ബൗളാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്ലാസിൻ്റെ ബൗളാണ് കേട്ടോ. അത് ഇതിനകത്ത് നമുക്ക് ബീറ്റ് ചെയ്യാനോ അതുപോലെ ഡൈനിങ്ങിലേക്കൊക്കെ യൂസ് ചെയ്യാവുന്നൊരു ബൗളാണ്. മാത്രമല്ല ഇതൊരു ഓവനിലൊക്കെ സേഫ്റ്റി ആയിട്ട് യൂസ് ചെയ്യാവുന്നൊരു ബൗളും കൂടെയാണ്. ഇത് ബട്ടർഫ്ലൈയുടെ കത്തിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കുക്കർ ഒന്ന് ഇതുകൊണ്ട് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. 10 ലിറ്ററിൻ്റെ കുക്കറാണ്. ഇംപെക്സിൻ്റെ കുക്കറാണ്. അലുമിനിയത്തിൻ്റെ കുക്കറാണ് കേട്ടത്. ഇത് നമ്മൾ ലുലുവിൽ നിന്ന് ഒരു ഓഫറിന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ചെറിയ 3 ലിറ്ററിൻ്റെ 5 ലിറ്ററിൻ്റെ 2 ലിറ്ററിൻ്റെ ഒക്കെ ആയിട്ട് ഒരു കോംബോ കുക്കറും കൂടി വാങ്ങിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്നും കൂടെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഇതാണ് ആ കോംബോ പാക്ക്. 5 ലിറ്ററിൻ്റെ 3 ലിറ്ററിൻ്റെ 2 ലിറ്ററിൻ്റെ നേരത്തെ കണ്ട അതേ സെയിം സാധനം തന്നെ, ചെറുതാണെന്ന് മാത്രം. ഇനി അടുത്തതായിട്ട് അൺബോക്സ് ചെയ്യുന്നത് നോൾട്ടയുടെ പാത്രങ്ങളാണ്. ഇത് 3 തട്ടായിട്ട് 3 സൈസിലാണ് കേട്ടോ ഈ ഒരു പാത്രങ്ങൾ. ഒന്ന് ചെറുത്, പിന്നെ അതിൻ്റെ തൊട്ട് വലുത്, പിന്നെ അതിനേക്കാളും വലുത്, അങ്ങനെ 3 സൈസിലായിട്ടാണ് ഈ ഒരു പാത്രങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിങ്ങനെ ഈ പാത്രങ്ങൾ ഇങ്ങനെ അൺബോക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓരോരുത്തരായിട്ട് ഇവിടുന്ന് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഓരോ ഭാഗത്തേക്കായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് ഉള്ളത് ഒരു പുതപ്പ്, അതുപോലെ കുറച്ച് തോർത്തുകളൊക്കെയാണ്. ഇതാണ് ആ പുതപ്പ്. ഇതിൻ്റെ കെട്ട് ഞാൻ അഴിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിനകത്തുള്ളത് ഒരു ബെഡ്ഷീറ്റും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇനി ഇതിനകത്ത് വേറെ ഒന്നും കാണിക്കാനൊന്നുമില്ല. ഇനി അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് ഒരു കാസറോളാണ്. നല്ല പിങ്ക് കളറിലുള്ള കാസറോളാണ്. ഈ കളർ ഇഷ്ടപ്പെട്ടിട്ട് എടുത്താണ് കേട്ടോ ഞാൻ ഈ കാസറോൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഓപ്പൺ ആക്കുന്നത് ഇംപെക്സിൻ്റെ നോൺ സ്റ്റിക്ക് ഐറ്റംസ് ആണ്. ഇതിൻ്റെ പുറം ഭാഗം ഗോൾഡൻ കളറും അതുപോലെ ഉൾഭാഗം മാർബിൾ ഗ്രാനൈറ്റും ആണ്. ഇതിനകത്ത് നമുക്ക് കോരിയെടുക്കാവുന്ന സ്നാക്സുകളൊക്കെ കോരാവുന്ന കോരികളുണ്ട്, അതുപോലെ ഗ്ലാസിൻ്റെ ലിഡ് ഉണ്ട്. പിന്നെ ഒരു കടായി, 2 ഭാഗത്തും പിടുത്തുള്ള ഒരു കടായിയാണ് കേട്ടത്. പിന്നെ ചെറിയൊരു ബിരിയാണി പോട്ടാണ്, ലിഡോട് കൂടിയിട്ടുള്ള ബിരിയാണി പോട്ടാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഒരു ഫ്രൈ പാനും ഒരു ദോശത്തവയാണ്. അങ്ങനെ 8 പീസിൻ്റെ ഒരു കോംബോ ആണ്. 8 പീസ് എന്ന് പറയുമ്പോൾ ഈ ഫ്രൈ പാനുകളും അതിൻ്റെ ലിഡും അതുപോലെ ആ കയ്യിലുകളൊക്കെ ചേർത്തിട്ടാണ് 8 പീസ്. പിന്നെ കാണിക്കുന്നത് വുഡിൻ്റെ കട്ടിംഗ് ബോർഡ്, അതുപോലെ അപ്പൊക്കെ കോരുന്ന കോരികൾ, കയ്യിലുകളൊക്കെയാണ്. പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഡവറുകളും അതുപോലെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സും ആണ് കേട്ടത്. പിന്നെ ഇതൊരു ബാസ്ക്കറ്റാണ്, നമുക്ക് ക്ലോത്തൊക്കെ ഇട്ടേക്കാൻ പറ്റിയിട്ടുള്ളൊരു ബാസ്ക്കറ്റാണ്. ഇതിനകത്ത് ഒരു ബാഗ് ക്ലിപ്പ്, അതുപോലെ സ്റ്റീലിൻ്റെ കയ്യിലുകൾ, അങ്ങനെ അരിപ്പ, അങ്ങനെയുള്ളതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കീ ഹോൾഡറാണ് കേട്ടോ, ഇങ്ങനെ കീ ഒക്കെ തൂക്കിയിടാവുന്ന ഒരു കീ ഹോൾഡർ. പിന്നെ കുറച്ച് ഡവറകളുണ്ട്, നമുക്ക് കറികളൊക്കെ ആക്കി വെക്കാൻ പറ്റാവുന്ന ഒരു ഡവറകളാണിത്. പിന്നെ ഈ കാണുന്നത് എയർ ടൈറ്റ് കണ്ടെയ്നർ സെറ്റാണ്. ഇതൊരു 7 പീസൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഇതിനകത്ത്. അതിൻ്റെ ലിഡാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. പിന്നെ ഈ ഒരു ബോക്സിനകത്തുള്ളത് കിച്ചൺ കണ്ടെയ്നർ സെറ്റുകൾ, അതുപോലെ കത്തി. നമ്മൾ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ, സിലു ഡോക്സിലും മറ്റുള്ള യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന പോലത്തെ ഒരു ബ്ലാക്ക് കളർ കത്തി, അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഓപ്പൺ ആക്കുന്നില്ല, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഒന്ന് കണ്ടു നോക്കാം. പിന്നെ അടുത്തതായിട്ട് അൺബോക്സിങ് ചെയ്യുന്നത് നമുക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. തിഫാലിൻ്റെ നോൺ സ്റ്റിക്ക് ഐറ്റംസ് ആണ് കേട്ടോ. അത് നമ്മൾ നേരത്തെ ഇംപെക്സിൻ്റെ കണ്ടതുപോലെ തന്നെ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. അതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ കോംബോ ആണ്. അപ്പോൾ ഇതൊരു ബിരിയാണി പോട്ടാണ്. നേരത്തെ കണ്ടതിനേക്കാളും അത്യാവശ്യം വലിപ്പമുള്ള ബിരിയാണി പോട്ടാണ്. അതുപോലെ നോൺ സ്റ്റിക്കാണ്, ബ്ലാക്ക് കളർ കോട്ടിംഗ് ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ ചെറിയൊരു ബിരിയാണി പോട്ടും കൂടി, 2 ബിരിയാണി പോട്ടുണ്ട്, ഒന്ന് വലുത് ഒന്ന് ചെറുത്. പിന്നെ ഒരു ചെറിയൊരു വാൽപാത്രമാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ തിളപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു നോൺ സ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ അത്. പിന്നെ ഉള്ളത് ഫ്രൈ പാനാണ്, ഒരു വലിയ ഫ്രൈ പാനും അതിൻ്റെ തൊട്ട് ചെറിയ ഫ്രൈ പാൻ, അങ്ങനെ 2 ഫ്രൈ പാനുകളാണ് കേട്ടോ ഉള്ളത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബോക്സ് തന്നെയാണ്. ഒരു ഇസ്തിരിപ്പെട്ടി, അതുപോലെ മോളിനെക്സിൻ്റെ മിക്സി ജ്യൂസറാണ് കേട്ടോ അത്. അതിനകത്തൊരു വലിയ ജ്യൂസറും പിന്നെ 2 അരക്കാവുന്നതും അതുപോലെ പൊടിക്കാവുന്നതൊക്കെ ചെറിയ 2 ജാറുകളാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഉള്ളത് ലിക്വിഡാണ്, നമുക്ക് ഡിഷ് വാഷറായിട്ട് യൂസ് ചെയ്യാവുന്ന ലിക്വിഡ്, അതുപോലെ ഹാൻഡ് വാഷ്, മിൽക്ക് പൗഡർ റെയിൻബോയുടെ മിൽക്ക് പൗഡറാണ്. പിന്നെ ഉള്ളത് ഐക്കോണിൻ്റെ ഒരു എമർജൻസിയും ഐക്കോണിൻ്റെ ടോർച്ചും കൂടി ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ ഉള്ളത്.
പിന്നെ നിസ്കരിക്കാനായിട്ടൊരു മുസല്ല, ഇതൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ട്, അതുപോലെ നല്ല കട്ടിയുള്ളൊരു മുസല്ലയാണ് കേട്ടത്. പിന്നെ ഇതിനകത്തുള്ളത് ഒരു ബേക്കറി പാത്രവും അതുപോലെ കുറച്ച് സ്റ്റീൽ ഐറ്റംസും പിന്നെ ഒരു സ്റ്റൂള്, അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതിനകത്ത്. ഇതൊരു ബ്ലാക്ക് മെറ്റൽ കളറിലുള്ള കൊടുക്കേണ്ടത്, പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ മെറ്റീരിയൽ അലുമിനിയം തന്നെയാണ്. ഇതിൻ്റെ പുറത്തെ കളറാണ് ഒരു ബ്ലാക്ക് മെറ്റൽ. നല്ല ഭംഗിയുണ്ട്, നല്ല ചെറിയൊരു കൊടുക്കായതുകൊണ്ട് ഞാൻ എടുത്താണിത്. പിന്നെ ഈ കാണുന്നത് കട്ടിംഗ് ബോർഡ് അതുപോലെ മുസല്ലകളൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. എൻ്റെ ബ്രദർ അതുപോലെ ബ്രദർ ഇൻ ലോയൊക്കെ കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെയാണിത്. പിന്നെ ഈ കാണുന്നത് നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന നോൾട്ടയുടെ പാത്രങ്ങൾ പോലെ തന്നെ ഓണിക്സ് എന്നുള്ള കമ്പനിയുടെ പാത്രങ്ങളാണിത്. 3 തട്ടായിട്ട് തന്നെ 3 സൈസിലായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൽ കാണുന്ന ആ വെള്ളി റെഡും കോമ്പിനേഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെറ്റും കൂടെ വാങ്ങാൻ കാരണം. പിന്നെ ഇതിൻ്റെ ലിഡിലിടാനുള്ള സ്ക്രൂ ഒക്കെ നമുക്ക് അതിൽ വെച്ചേക്കണം, അതൊക്കെ നമ്മളെടുത്ത് സെറ്റ് ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. ഇനി അടുത്തായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബോക്സും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണെന്നും കൂടി നോക്കാം നമുക്ക്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ സ്പോഞ്ചുകൾ ഒക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ പൗഡർ, അതുപോലെ സാനിറ്റൈസറിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്ന വൈപ്സ് ഉണ്ട്, പിന്നെ ടീ പൗഡർ ഉണ്ട്, അതുപോലെ ഫ്ലാസ്ക് ഉണ്ട്, പിന്നെ ടിഷ്യൂ പേപ്പറിൻ്റെ ബോക്സ്, പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കിച്ചൺ ടവലുകളുണ്ട്. കിച്ചൺ ടവലുകൾ പല കളറിലായിട്ടാട്ടോ. പിന്നെ ഇതിനകത്ത് ഷെഫ് ലൈൻ്റെ ഒരു കത്തിയുണ്ട്, ഫ്ലാസ്ക് ഉണ്ട്, അതുപോലെ തിഫാലിൻ്റെ ഒരു കെറ്റിലുണ്ട്. പിന്നെ ഉള്ളത് ഡിന്നർ സെറ്റുകളാണ് കേട്ടോ. ആ ഡിന്നർ സെറ്റുകൾ ഞാൻ സെറ്റായിട്ട് കാണിച്ചു തരാം. പിന്നെ നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ട മാസ്കുകൾ, കുട്ടികളുടെ ഡ്രസ്സുകൾ, പിന്നെ പെർഫ്യൂംസ് ആണുള്ളത്. പിന്നെ ഈ കാണുന്നത് ഒരു കത്തിയാണ്, ബ്രസീലിൻ്റെ കത്തിയാണ്, മെയ്ഡ് ഇൻ ബ്രസീലിൻ്റെ കത്തിയാണ്. പിന്നെ ഇതിനകത്തുള്ളത് ഒരു പില്ലോ കവറാണ്. ഇതിൻ്റെ 2 പില്ലോ കവറും ഒരു ബെഡ്ഷീറ്റും ഉണ്ട്. പിന്നെ ഈ കാണുന്നത് ഗ്ലാസിൻ്റെ ഒരു ബൗളാണ്, ലിഡോട് കൂടിയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് കേട്ടത്. നല്ല വെയിറ്റുള്ള ലിഡോട് കൂടിയിട്ടുള്ള ഗ്ലാസ്സാണ് കേട്ടത്, ഗ്ലാസിൻ്റെ ബൗള്. ഇത് എന്തേണാവോ ഉടയാതെ ഇങ്ങോട്ട് എത്തി. പിന്നെ ഈ കാണുന്നത് ഐക്കോൻ്റെ സിട്രസ് ജ്യൂസറാണ്, സിട്രസിൻ്റെ ഫ്രഷ് ജ്യൂസറാണ്. ഈ ഒരു മൂടിയിൽ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഉള്ളിലേക്ക് അതിൻ്റെ ജ്യൂസർ എടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് കേട്ടോ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഡിന്നർ സെറ്റുകളാണ്. മെലാമിൻ്റെ ഡിന്നർ സെറ്റാണ് ഇത്, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഡിന്നർ സെറ്റാണ്. ഇതിനകത്ത് പ്ലേറ്റുകൾ, സ്നാക്സിൻ്റെ പ്ലേറ്റ്, അതുപോലെ ഫുഡ് കഴിക്കാവുന്ന വലിയ പ്ലേറ്റുകൾ, പിന്നെ കുറച്ച് വലിയ ബൗളുകൾ, അതിൻ്റെയും വലിയ ബൗളുകൾ, പിന്നെ ഏറ്റവും ചെറിയ നമുക്ക് അച്ചാറൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ചെറിയ 2 ബൗളുകളാണ് കേട്ടോ അതിനകത്തുള്ളത്. പിന്നെ റൈസൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ വലിയൊരു ട്രേയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള വലിയ ബൗളും ഒരു ബൗളും വലുതും പിന്നെ അതുപോലെ ഒരു റൈസ് ട്രേയൊക്കെ സെപ്പറേറ്റ് എടുത്തിട്ടുള്ളതാണ്, ബാക്കിയെല്ലാം സെറ്റാണ്. പിന്നെ കുറച്ച് കയ്യിലുകളുണ്ട്, നമുക്ക് കറിയൊക്കെ വിളമ്പാൻ അതുപോലെ റൈസൊക്കെ കോരാൻ പറ്റിയ തരം കയ്യിലുകൾ. പിന്നെ ഇത് 6 ജ്യൂസർ ഗ്ലാസ്സാണ് കേട്ടോ, അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് തന്നെയാണ്, 6 ജ്യൂസർ ഗ്ലാസ്. പിന്നെ ഇതൊരു സെറാമിക്കിൻ്റെ വൈറ്റ് കളർ ബൗളാണ്. 6 പീസാണ് ഈ ബൗൾ എടുത്തിട്ടുള്ളത്, അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ളൊരു ബൗളാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് 1 പ്ലേറ്റും 1 ഗ്ലാസ്സുകളാണ്. പല തരത്തിൽ പല ഡിസൈനിനോട് കൂടിയിട്ടുള്ള 1 ഗ്ലാസ്സുകളുണ്ട്. ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് കണ്ടിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സെറ്റ്. അപ്പോൾ ഇത് നമ്മളവിടെ ചെന്ന് ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടില്ല, വരും ദിവസങ്ങളിൽ അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇതൊരു ഗ്ലാസിൻ്റെ ട്രേ ആണ് കേട്ടോ. പിന്നെ ഇത് ബട്ടർഫ്ലൈയുടെ ഒരു പാലപ്പച്ചട്ടിയാണ്, ഇത് ലുലുവിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്, അന്നൊരു ഓഫറിൽ വാങ്ങിയിട്ടുള്ളതാണ്. ഇതിന് കൂടെ ഒരു സ്റ്റീലിൻ്റെ ലിഡും കൂടിയുണ്ട്. പിന്നെ ഇതൊരു പത്തിരിത്തവയാണ്, PGൻ്റെ പത്തിരിത്തവ, ഒരു സ്ക്വയർ മോഡലാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. ഇനി അടുത്തതായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഒരു ഡിന്നർ സെറ്റാണ്, ലാവപ്പാല എന്ന ബ്രാൻഡിൻ്റെ ഡിന്നർ സെറ്റാണ്. ഇതിനകത്ത് ചെറിയ ചെറിയ ടീസ്പൂണുകൾ, അതുപോലെ ചെറിയ ബൗളുകൾ, പിന്നെ അതിൻ്റെ കുറച്ചും കൂടി വലിയ ബൗള്, പ്ലേറ്റുകൾ, പിന്നെ കുറച്ച് റൈസൊക്കെ ഇട്ട് വെക്കാവുന്ന ഒരു
വലിയൊരു ട്രേയും കൂടി സെറ്റാക്കിയിട്ടുള്ളൊരു ഡിന്നർ സെറ്റാണ്. ഇതൊരു സെറാമിക് ഡിന്നർ സെറ്റാണ്. പിന്നെ വൈറ്റ് കളറിൽ ഒരു വയലറ്റ് കളർ ഡിസൈനോട് കൂടിയിട്ടുള്ളൊരു ഡിന്നർ സെറ്റാണ് കേട്ടോ. പിന്നെ ഇതിനകത്തുള്ളത് സ്റ്റീലിൻ്റെ ഡവറുകൾ, അതുപോലെ ചായ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സ്റ്റീലിൻ്റെ വാൾപാത്രങ്ങൾ, ജഗ്ഗുകൾ, അങ്ങനെയുള്ള കടായി, അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഇത് കുട്ടികൾക്ക് പെൻസിൽ, സ്കെയിലൊക്കെ ഇട്ട് വെക്കാവുന്നൊരു വുഡൻ്റെ ഒരു ബോക്സാണ്. പിന്നെ കണ്ടെയ്നർ സെറ്റാണ്. അതിലത്തെ ഒരു പീസാണിത്. റെഡ് കളറോട് മൂടിയോട് കൂടിയിട്ടുള്ള ഒരു കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ അതിലെടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റീലിൻ്റെ ഒരു ഡവറ, പിന്നെ സ്പൈഡർമാൻ്റെ ഒരു പ്ലേറ്റ്. ഇത് മോൻ എടുത്തിട്ടുള്ളതാണ് കേട്ടോ, മോൻക്ക്. പിന്നെ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. കപ്പിൻ്റെ സെറ്റ് ഒരു 6 പീസ് സെറ്റാണ്. ഉൾഭാഗം സ്റ്റീലോട് കൂടിയിട്ടുള്ള കപ്പാണ് കേട്ടോ അത്. പിന്നെ ഇത് ഫ്രൂട്ട്സൊക്കെ ഇട്ട് സൂക്ഷിക്കാവുന്ന, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വാഷ് ചെയ്ത് അതിൽ വെള്ളം കളയാവുന്ന ഒരു ബൗളാണ്. പിന്നെ ചന്ദനത്തിരൊക്കെ കത്തിച്ച് വെക്കാവുന്ന ഒരു കുറ്റിയാണ് കേട്ടോ അത്. പിന്നെ കാണിക്കുന്നത് 3 തട്ടായിട്ടുള്ള ഒരു ഉള്ളിത്തട്ടാണ്. അടിയിൽ ചക്രമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഈസി ആയിട്ട് മൂവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ കാണുന്നത് ഒരു ഗ്ലാസ്സാണ്. അതൊരു 6 പീസിൻ്റെ ഗ്ലാസ്സാണ്. സെയിം ഗ്ലാസ് തന്നെ ഒരു ബോക്സും കൂടെ ഉണ്ട്. പിന്നെ ഈ കാണിക്കുന്നത് ഒരു മണ്ണിൻ്റെ ബൗളാണ്. 2 ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ മൺ പ്ലേറ്റിലേക്ക് മാച്ചായിട്ട് വാങ്ങിയിട്ടുള്ളതാണിത്. സൂപ്പൊക്കെ ഒഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു മൺപാത്രമാണ്. പിന്നെ ഇതൊരു റൈസ് ട്രേ ആണ്. അത്യാവശ്യം വലിപ്പവും വട്ടമൊക്കെ ഉള്ള ഒരു റൈസ് ട്രേ ആണ്. ഒരുപാട് പേരൊക്കെ ഉണ്ട് ഡൈനിങ് ടേബിൾക്ക് വെച്ചാൽ വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റൈസ് ട്രേ ആണിത്. പിന്നെ ഈ കാണിക്കുന്നത് സെറാമിക്കിൻ്റെ വൈറ്റ് കളറിലുള്ള പ്ലേറ്റുകളാണ്. ഒരു 6 പീസ് പ്ലേറ്റുകളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് 4 പീസ് ഗ്രീൻ കളർ ബൗളാണ്. കറിയൊക്കെ വിളമ്പാൻ പറ്റിയ 4 ഗ്രീൻ കളർ ബൗള്, അതിലേക്ക് മാച്ചായിട്ടുള്ള കയ്യിലുകളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ കാണിക്കുന്നത് ഒരു മൾട്ടി പർപ്പസ് ട്രേ ആണ്. നമുക്ക് ഡൈനിങ്ങിലേക്ക് പൊറോട്ട, ചപ്പാത്തിയൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റാവുന്ന ഒരു ട്രേ ആണ്. പിന്നെ ഒരു സ്റ്റീലിൻ്റെ കാസറോളും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ക്ലോക്കാണ്. ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളർ കോമ്പിനേഷനിലുള്ള ക്ലോക്കാണ്. ഇത് നമുക്ക് ഗൾഫിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഒരു ക്ലോക്കാണ് കേട്ടോ. ഗ്ലാസ് ടൈപ്പ് ക്ലോക്കാണ്. ഇനി അടുത്തതായിട്ട് അൺബോക്സ് ചെയ്യുന്നത് OTG ഓവനാണ്. ഹാവൽസ് എന്നുള്ള ബ്രാൻഡിൻ്റെ ഉണ്ട് ഈ ഒരു OTG ഓവൻ. അപ്പോൾ നമ്മൾ ഈ അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് കമ്പനിയിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തിരക്ക് ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അൺബോക്സിങ് വീഡിയോ. പിന്നെ ചെയ്യാനുള്ളത് മൺചട്ടികൾ, അതുപോലെ ഉരുളികൾ, അതുപോലെ ഒരു ചോപ്പറൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് നമ്മുടെ അൺബോക്സിങ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.